ഹലോ, ഇന്നൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോണത്. നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണിത് കേട്ടോ. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക കേട്ടോ, കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. അങ്ങനെ ഷുഗറൊക്കെ കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരാനാണ്. അപ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ല കളർ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 150 ml വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാരൊക്കെ ഒന്നിങ്ങനെ കട്ടായിട്ട് വരും, പക്ഷെ അത് നന്നായി ഇളക്കി കൊടുത്താൽ റെഡിയായി വരും കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അതൊക്കെ അലിഞ്ഞ് സെറ്റായി വരും. അങ്ങനെ കട്ടകളൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഈത്തപ്പഴവും മുന്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു 1/4 കപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്തിപ്പഴം ഉണ്ടെങ്കിൽ അത്തിപ്പഴം ചേർത്ത് കൊടുക്കുക. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 150 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബട്ടറൊക്കെ നന്നായി അലിയണ വരെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ബട്ടറൊക്കെ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കൊരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ബേക്കിംഗ് സോഡ ഒക്കെ ചേർക്കുമ്പോൾ ഒരു പതൊക്കെ വരും. എന്നിട്ട് അതിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് ഇതിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പക്ഷേ എൻ്റെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തപ്പോഴാണ് കേട്ടോ ആ പത പോയത്. പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ നിന്നത്. അതുകൊണ്ടാണ് ആ പത കുറഞ്ഞു പോയത്. വീണ്ടും ചൂടായി വരുമ്പോൾ പതഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഷുഗർ നമ്മളിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തല്ലോ. ഇനി ഈ ഷുഗറൊക്കെ നന്നായി അതിൽ മെൽറ്റായി ഒരു നൂൽപ്പരിവാവണ വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ അടിയിലേക്ക് പോകും. അതുകൊണ്ട് ഒരു നൂൽപ്പരിവം വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ പരുവത്തിലേക്ക് വരും കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സ് നന്നായി ചൂടാറിയിട്ട് വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മളിനി കേക്കിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാൻ. അങ്ങനെ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ചൂടാറിയിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മിക്സ്. ഇനി ഇതിലോട്ട് വേണ്ടത് 1 കപ്പ് മൈദയും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറുമാണ് കേട്ടോ വേണ്ടത്. അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് സ്പൈസസൊക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ ജാതിക്കയുടെ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പട്ടപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. അങ്ങനെ അത് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സിലോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ മുട്ടയൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്ലോർ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറേശ്ശായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിതിൽ ഫുള്ളായിട്ട് കമിഴ്ത്തിട്ടോ. നിങ്ങൾ ചേർക്കുമ്പോൾ അത് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇളക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ കേക്കിൻ്റെ മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ബട്ടറൊക്കെ തേച്ച് വെച്ച ബേക്കിംഗ് ട്രേ ആണ്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പറൊന്നും വെച്ച് കൊടുത്തിട്ടില്ല.
ഇനി നമ്മൾ ബേക്കിംഗ് ട്രേയിലോട്ട് മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഞാനിവിടെ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓവൺ ഉണ്ടെങ്കിൽ ഓവണിൽ വെക്കായിരിക്കും നല്ലത്. എയർ ഫ്രയറിൽ വെക്കുമ്പോൾ ഏത് കേക്കായാലും മേൽഭാഗം ഒന്ന് നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഓവണാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിപ്പോൾ ഇവിടെ ഓവൺ ഇല്ലാത്തതുകൊണ്ടാണ് എയർ ഫ്രയറിൽ വെക്കുന്നത് കേട്ടോ. അങ്ങനെ 150 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, മേൽഭാഗം ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5 മിനിറ്റ് മുമ്പ് തുറന്നു നോക്കിയപ്പോൾ ഉൾഭാഗം വെന്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടിയും കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ മേൽഭാഗം ചെറുതായിട്ടൊന്ന് ക്രിസ്പിനെസ് കൂടി, പക്ഷേ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പെട്ടെന്നൊരു പ്ലം കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.